ഇത് തന്നെയല്ലേ സ്ഥലം? അതെ. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അടുത്ത ആഴ്ച വന്ന് വൈദ്യരെ കണ്ടാ മതി. ശരി. ഇവിടെ ഹരിപ്രസാദ് എന്നൊരാളുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കാണാൻ പറ്റുമോ? വിളിക്കാം. താനല്ലേ ഹരിപ്രസാദ്? അതെ. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്താ? ജയദേവൻ എവിടെ ഉണ്ട്? ജയദേവനോ? ഏത് ജയദേവൻ? എന്താ അറിയില്ലേ? പാണത്തിപ്പറമ്പിൽ സുകുമാരൻ നായരുടെ മകൻ ഹരിപ്രസാദ് അല്ലേ നീ? അതെ. അപ്പൊ നീ ജയദേവനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നീ അവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഓ, ജയദേവ ശർമ്മയുടെ കാര്യമാണോ പറയുന്നത്? അതെ. അവൻ നാട്ടിലില്ലേ? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2-3 കൊല്ലമായി. ഇടക്ക് കത്തയക്കുമായിരുന്നു. 1 കൊല്ലമായിട്ട് അതുമില്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ കണക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാ. അവനെ കണ്ട പറഞ്ഞേക്ക് ഭാർഗവനും രാഘവനും അന്വേഷിച്ച് വന്നിരുന്നെന്ന്. എന്നിട്ട് അവന്മാരെങ്ങോട്ടാ പോയത്? അതെനിക്കറിയില്ല. ഫാർമസിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ ആവശ്യമില്ലാതെ പല വഴിയും ചുറ്റി. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോന്നായിരുന്നു പേടി. എന്തായാലും നീ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്കും ഞാനൊരു ശല്യമായി അല്ലേ? ഏടാ, ഞാൻ അതല്ല പറഞ്ഞത്. അവന്മാർ ഏത് സമയത്ത് ഇവിടെ എത്താം. നീ ഇനി ഇവിടെ തങ്ങുന്ന അത്ര സുരക്ഷിതമല്ല. ഞാനിനി എങ്ങോട്ടാടാ പോണ്ടത്? നീ സമാധാനമായിട്ടിരിക്കേ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. മാമ്പുല്യാശനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ, എന്താ ചൂട്! ഓ, അതെ അതെ. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം വർണ്ണിച്ചിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ, ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണേ. അപ്പൊ വിവാഹം ഒരിക്കല് കഴിച്ചതാ. പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും. പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് എങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്തൊട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ 2 കൊല്ലം പോയി. പിന്നെയോ? അവളും പോയി. എന്റെ ശിഷ്യനൊരുത്തനുണ്ടായിരുന്നു, അവന്റെ കൂടെ. ദേ, ഇയാള് വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? ഓ, ഇരിക്കാൻ സമ്മതിക്കൂല. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ? അളവ് കൃത്യായിരിക്കും. ജയദേവൻ എങ്ങനെയാ? പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും. ഇങ്ങോട്ട് എടുക്ക. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതീ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരൽ കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്ക. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കിൽ എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ. നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. എന്താ വാതിൽ തുറക്കണം? പോയി. ആര്? നമ്മുടെ പ്രേമദാസ്. അവനോടെ പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് ഈ കത്തൊക്കെ കിട്ടി? വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരു അനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പില്. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ. ഹരിപ്രസാദേ, മെഴുകുതിരി എടുത്തോളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്.